ഹായ് എവരിവൺ. അപ്പൊ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നല്ല അടിപൊളി ഒരു വീഡിയോ ആയിട്ടാണ്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് കമന്റുകൾക്ക് മറുപടിയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. കമന്റ് എന്ന് പറയുമ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം ഞാനൊരു 2-3 വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. നമ്മുടെ കുറച്ച് ചേച്ചിമാർ ഇറങ്ങിയിട്ടുണ്ട് ഇങ്ങനെ ഈ വൾഗറായിട്ട് ഡ്രസ് ചെയ്യുന്നവരെ കുറിച്ചിട്ട്. പിന്നെ ഒരു വീഡിയോ ഞാൻ ചെയ്തായിരുന്നു, നിമിഷ ബിജോ, പിന്നെ നമ്മുടെ നിഷാന വ്ലോഗ്സ്, ഇവർ രണ്ടുപേരെയും കുറിച്ച്, പിന്നെ നിലാം നമ്പ്യാരെ കുറിച്ചൊക്കെ ചെയ്തിട്ടുണ്ട്. ഇവരെയൊക്കെ കുറിച്ച്, പിന്നെ അഞ്ജിത നായരെ കുറിച്ച് ഒക്കെ ഞാൻ പല പല വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതിന്റെ പ്രധാന ഉദ്ദേശം ഞാൻ എടുത്തെടുത്ത് ഞാൻ അന്ന് ഇതിനകത്ത് എല്ലാ വീഡിയോസിലും ഞാൻ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ്, ഞാൻ എടുത്തെടുത്ത് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ്. ഞാൻ വീഡിയോ ചെയ്യുന്നത് വെറുതെ അല്ല. ഇപ്പൊ എല്ലാരും എനിക്ക് കുറെ കമന്റ് വന്നിട്ടുണ്ട്, അവർക്കായിട്ടുള്ള ഒരു മറുപടിയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഈ ഒരു വീഡിയോസിനെതിരെ നല്ല വ്യൂസ് ഉണ്ട് കേട്ടോ. ഇങ്ങനെയുള്ള വീഡിയോസ് ആയതുകൊണ്ട് നല്ല വ്യൂസ് ഉണ്ട്. ആ വ്യൂവിന് അടിയിൽ വന്ന്, ആ വീഡിയോന്റെ അടിയിൽ വന്ന് ഓരോരുത്തർ പറയുന്ന കമന്റ് എന്ന് പറയുന്നത് ഭയങ്കര, ഒരു കാര്യം എടുത്തു പറയാനുള്ളത്, സപ്പോർട്ട് ചെയ്താണ് ഒരുപാട് ഭൂരിഭാഗം പേരും നമുക്ക് സപ്പോർട്ട് ചെയ്താ വന്നേക്കുന്നത്. എല്ലാവരും സപ്പോർട്ട് ചെയ്തും പറയുന്നുണ്ട്, നെഗറ്റീവ് പറയുന്നവരുണ്ട്. നെഗറ്റീവ് പറയുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു മറുപടിയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പം പറഞ്ഞു വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഈ എടുത്തു പറയുന്നത്, നമ്മുടെ ഈ വീഡിയോസ് ഞാൻ ചെയ്യുന്നതിന്റെ കാര്യം മിക്കവരും ചോദിക്കുന്നുണ്ട്, ഇത് പ്രൊമോഷൻ ആണോ, അവർക്ക് വേണ്ടിയിട്ടുള്ള പ്രൊമോഷൻ ആയിട്ടാണോ നീ വന്നിരിക്കുന്നത്, അല്ലെങ്കിൽ അവരുടെ വീഡിയോ വെച്ചിട്ട് ഞാൻ കാശുണ്ടാക്കുവാണോ, അങ്ങനെയൊക്കെ വെച്ചിട്ട് കുറെ പേര് കമന്റ് ചെയ്തിട്ടുണ്ട്. അവർക്കുള്ള മറുപടി ഞാൻ ആദ്യം പറയാം. അവർക്കുള്ള മറുപടി എന്ന് പറയുമ്പോൾ, ഞാൻ ഇത് ചെയ്യുന്നത് വെറുതെ അല്ല. ഇത് എല്ലാരും ചോദിക്കുന്നുണ്ട്, നീ കിടന്ന് ഇങ്ങനെ പറഞ്ഞിട്ട് ഒരു കാര്യവും ഇല്ല, അവര് എന്തായാലും അവരിത് ചെയ്തുകൊണ്ടേയിരിക്കും എന്നൊക്കെയാണ്, അവരെ നിനക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ ചെയ്യാൻ പറ്റും, അതാണ് എനിക്ക് പറയാനുള്ളത്. ചെയ്യാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കുറെ പേര് കൂട്ടമായിട്ട് റിപ്പോർട്ട് അടിച്ചാൽ പോകാവുന്നതേ ഉള്ളൂ ഏതൊരു ചാനലും. അത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. കൂട്ടമായിട്ട്, അതിപ്പോ നിങ്ങൾക്ക് അറിയാവുന്നല്ലോ, ഫേസ്ബുക്ക് ആണെങ്കിലും ഇൻസ്റ്റ ആണെങ്കിലും, നമുക്ക് ഇഷ്ടമില്ലാത്ത എന്തെങ്കിലും ഒരു സംഭവം ആണെങ്കിൽ റിപ്പോർട്ട് എന്നൊരു ഓപ്ഷൻ എല്ലാത്തിലും ഉണ്ട്. റിപ്പോർട്ട് അടിച്ച് ഒരുപാട് റിപ്പോർട്ട് കിട്ടിക്കഴിയുമ്പോൾ ഇതിന്റെ ആൾക്കാർ അത് ചെക്ക് ചെയ്യും, എന്താണ് സംഭവം, എന്താണ് എന്നുള്ളത്. ഇപ്പൊ റിപ്പോർട്ട് അടിച്ച് എന്തിനാണെന്നും അവര് ചോദിക്കും. എന്തിനാണ് ഇപ്പൊ നമുക്ക് ഇഷ്ടമുള്ള, ഇൻട്രസ്റ്റ് അല്ലാത്തൊരു വീഡിയോ നമ്മൾ കണ്ടത് റിപ്പോർട്ട് അടിച്ചു, അപ്പൊ അതിനകത്ത് ഓപ്ഷൻ വരും, എന്തുകൊണ്ടാണ് നിങ്ങൾ റിപ്പോർട്ട് അടിക്കുന്നതെന്ന് വരും. അപ്പൊ നമ്മൾ അതിനകത്ത് കൊടുക്കാനുള്ള കാര്യം, നമുക്ക് എന്തുകൊണ്ടാണ് അതിനകത്ത് ഇഷ്ടമുള്ളത്, ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടാവും. അപ്പൊ അതിനകത്ത് നമുക്ക് ഇഷ്ടമില്ലാത്ത ഏത് ഓപ്ഷൻ ആണോ അത് പിടിച്ചു നിൽക്കുക, എന്നിട്ട് കാര്യങ്ങൾ സെറ്റ് ചെയ്ത് ഒരു കൂട്ടം ആൾക്കാർ ഇങ്ങനെ നിന്ന് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ആ ഒരു വീഡിയോ എന്നല്ല, ആ ഒരു ചാനൽ തന്നെ അതിനെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ എല്ലാവരും ചോദിക്കുന്നതിനുള്ള മറുപടിയാണ് ഞാൻ തരുന്നത്. ഇതൊരു കാര്യമാണ്. രണ്ടാമത്തെ കാര്യം, എല്ലാരും പറയുന്നുണ്ട് ഞാൻ ഇവരെ വെച്ച് കാശ് ഉണ്ടാക്കുന്നത്. എനിക്ക് അതിന്റെ ആവശ്യമില്ല. എനിക്ക് ആവശ്യത്തിലധികം വ്യൂസ് ഉണ്ട്, അതുകൊണ്ട് എനിക്ക് ഇതിന്റെ ആവശ്യമില്ല. ഒരു കാര്യം ഞാൻ പറയുന്നത് പ്രത്യേകം, പിന്നെ ഇങ്ങനെയുള്ള ചാനൽ കണ്ടിട്ട് നമ്മുടെ വരും തലമുറ നശിച്ചു പോകാതിരിക്കാൻ വേണ്ടിയിട്ട്, ഇനിയുള്ള ആൾക്കാർ, നമ്മുടെ വീട്ടിൽ മക്കളുണ്ട്, പിന്നെ അവര് വളർന്നു വരുവാണ്, കൗമാരപ്രായം എത്തി നിൽക്കുന്ന പിള്ളേർ വരെയുള്ള വീടുകളുണ്ട്. അപ്പൊ അവരത് കാണുമ്പോഴത്തേക്കും അവർ ഓട്ടോമാറ്റിക് ആയിട്ട് ഒരു കൗതുകം തോന്നി അതിലേക്കൊക്കെ അഡിക്റ്റ് ആയി പോയി അവർ വേറെ രീതിയിൽ പോകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇപ്പൊ ഇതിനകത്ത് വന്ന ഒരുപാട്, ഞാൻ പോസിറ്റീവ് കമന്റ്സ് പറഞ്ഞു തരാം. ഒരുപാട് പേര് പറയുന്നത് നമ്മുടെ വീട്ടിലും മക്കളുണ്ട്, അതുകൊണ്ട് നമുക്ക് വേണ്ടിയാണ് മോള് സംസാരിച്ചു. ഒത്തിരി പേര് കേട്ടോ, ഒരുപാട് പേര്, നിങ്ങൾക്ക് തന്നെ ചെക്ക് ചെയ്ത് നോക്കാം. അതിന്റെ ഇടയിൽ വന്നിട്ട് ഒരുപാട് പേര് നല്ല കമന്റ് വിടുന്നുണ്ട്. എല്ലാരും പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങൾ പറയാൻ ആഗ്രഹിച്ച കാര്യമാണ് മോള് പറഞ്ഞത്. അതെല്ലാരും മിക്കവരും ആ ഒരു കമന്റാണ്. ഞങ്ങൾ ആഗ്രഹിച്ചത് ഇവളുമാരെ പൂട്ടിക്കണം, സ്ത്രീകൾ എല്ലാവരും ഒറ്റക്കെട്ടായി നിന്ന്, സ്ത്രീകൾക്ക് മാനക്കേടാണ് ഇവള്. ഒരുപാട് പേര് പറയുന്ന കാര്യമാണ്, സ്ത്രീകൾക്ക് അപമാനമാണ് ഇവള്. അപ്പൊ അതുകൊണ്ട് എല്ലാവരും ഈ ഒറ്റക്കെട്ടായി നിന്ന ഇവളെ പൂട്ടിക്കാൻ പറ്റും എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ കമന്റ്. അത് നിൽക്കട്ടെ, ഞാൻ കുറച്ച് നെഗറ്റീവ് കമന്റ്സ് വന്നത് ഞാൻ വായിച്ചു തരാം. നമുക്ക് കേട്ടാൽ ഭയങ്കര ഇതായിട്ടുള്ള കുറെ നെഗറ്റീവ് കമന്റ്സ് വരുന്നുണ്ട്. അവർക്കുള്ള മറുപടിയാണ് ഞാൻ തരുന്നത്. അവരുടെ പേര് ഞാൻ പറയാം. ഇപ്പൊ എനിക്ക് ഞാൻ നിഷാന വ്ലോഗ്സിനെ കുറിച്ചിട്ട ഒരു ലൈവ് മെമ്പർഷിപ്പ് എടുത്തിട്ട്, ഈ ലൈവ് മെമ്പർഷിപ്പ് എടുത്തതിന് ശേഷം നമ്മൾ ഒരു വൃത്തികെട്ട വീഡിയോസ് രാത്രി 1 മണി മുതൽ, അറിയാത്തവർക്ക് വേണ്ടി പറയുവാണ്, രാത്രി 1 മണി മുതൽ 5 മണി വരെ ഇവള് ലൈവ് മെമ്പർഷിപ്പ് വീഡിയോ ഇടുന്നുണ്ട്. എന്ന് പറയുന്നത് ഡ്രസ്സൊക്കെ മാറ്റിയിട്ട്, ഡ്രസ്സൊക്കെ വൾഗർ ഡ്രസ്സ് ഇട്ടിട്ട്, ബിക്കിനിയിലും സാരിയിലും വൃത്തികെട്ട വേഷത്തിലൊക്കെ വന്ന്, പിന്നെ വീഡിയോസ് ലൈവായിട്ട് അവർ പറയുന്നത്, ഇപ്പൊ അവരുടെ കസ്റ്റമർ ആണല്ലോ, വന്നിട്ട് പറയുന്നത്, നിന്നെ എനിക്ക് ഈ വേഷത്തിൽ കാണണം, അല്ലെങ്കിൽ നിന്നെ എനിക്ക് ഈ വേഷത്തിൽ കാണണം എന്ന് പറയുമ്പോൾ അവൾ ആ ഒരു ഡ്രസ്സ് ഇട്ടുകൊണ്ട് വന്ന്, ഏത് കളറ് ബിക്കിനി ഇടണമെന്ന് വരെ ചോദിച്ചുകൊണ്ട് അവള് വന്നിട്ടുണ്ട്. അപ്പൊ അവള്
ഇടുന്ന ഡ്രസ്സുകൾ പിന്നെ അങ്ങനെ ഉള്ള വീഡിയോസ് കണ്ട്, അതും മെമ്പർഷിപ്പ് എന്ന് പറഞ്ഞാൽ ക്യാഷ് കൊടുത്തിട്ടാണ്. കാല് മുതൽ കുറച്ച് കാണിക്കുന്നതിന് പിന്നെ 299 രൂപ എന്തോ ആണ്. അങ്ങനെ കൂടി 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 വരും. ഡ്രസ്സിന്റെ അളവ് കുറയും തോറും ക്യാഷിന്റെ അളവ് കൂടും. അതാണ് സംഭവം. അപ്പൊ അതിന് ഒരുപാട് പേര് പിന്നെ കമന്റ് ഇട്ടിട്ടുണ്ട്. അപ്പൊ ഞാൻ അതിൽ ആ ഒരു വീഡിയോക്ക് വന്ന നെഗറ്റീവ് കമന്റ് ഞാൻ വായിക്കാം. ഇത് സുബൈർ കൊങ്ങ 4948 എന്ന് പറയുന്ന ഒരു അക്കൗണ്ടിൽ നിന്ന് എനിക്ക് വന്ന ഒരു മെസ്സേജ് ആണ്. നിങ്ങൾ അവരെ കുറ്റം പറഞ്ഞിട്ട് വീഡിയോ നിങ്ങൾക്ക് റീച്ച് കിട്ടാനും അതിൽ നിന്നും വരുമാനം കിട്ടാൻ വേണ്ടിയാണ് അവർ തുണി അഴിക്കുകയോ കൊടുക്കുകയോ എന്തോ ചെയ്തോട്ടെ, നിങ്ങൾക്ക് എന്താണ്? നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നിങ്ങളും കൊടുത്തോളൂ. ഇവിടെ ഒരു എന്താ കൊടുത്തോളൂ. എന്നിട്ട് നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടി അവർ ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾ വിളിച്ചു പറഞ്ഞ് വലിയ പുണ്യാളത്തിയായി എന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ ഞാൻ അതുപോലെ അവരെ പോലെ ചെയ്ത് ഇതാക്കട്ടെ, അവര് കാശ് ഉണ്ടാക്കട്ടെ, അവരെന്തെങ്കിലും ആയിക്കോട്ടെ എന്ന് പറഞ്ഞാണ് ഈ സുബൈറിക്ക പറയുന്നത്. അപ്പൊ ഞാൻ സുബൈറിക്കാനോടൊരു കാര്യം പറഞ്ഞുതരാം. നിങ്ങളുടെ വീട്ടിലെ ഭാര്യയും അമ്മയും മക്കളും, ചിലപ്പോൾ പെൺമക്കളും ഉണ്ടായിരിക്കാം. സുബൈറിക്ക എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു ഇച്ചിരി ഏജുള്ള ആളാണെന്ന് തോന്നുന്നത്. അപ്പൊ എന്തായാലും ഞാൻ പറയുവാണ്, ഇയാൾക്ക് എന്തായാലും സ്വന്തം തള്ളയുണ്ടല്ലോ. ഈ സുബൈർ എന്ന് പറയുന്നവന് സ്വന്തം തള്ളയുണ്ട്. തള്ളയോട് പറയും ഇങ്ങനെ ഒരു ലൈവ് വീഡിയോ എടുത്ത് കാശുണ്ടാക്കാൻ. തള്ളയും പിന്നെ ഭാര്യയും ഒരു പെൺകൊച്ചുണ്ടെങ്കിൽ ആ പെൺകൊച്ചിനെയും ഇവരെ എല്ലാരും ഇപ്പൊ നിങ്ങൾ പറയുന്നുണ്ടാവും പിന്നെ വീട്ടിലുള്ളവരെ പറയുന്നതിന് അവനെ പറഞ്ഞോട്ടെ. പക്ഷെ അവനിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മാന്യതയില്ലാത്ത മനുഷ്യൻ വന്ന് നമ്മുടെ അടുത്ത് ഇങ്ങനെ പറയുമ്പോ അവന്റെ കാര്യത്തിലൊന്നും ഞാൻ തലയിടാൻ ചെന്നിട്ടില്ല. ഒരു കാര്യം അതാണ്, ഞാൻ എന്തിനാ അവന്റെ ഇതിലേക്ക് ചെന്ന് ചെയ്യുന്നത്? അവൻ ഇങ്ങോട്ട് മെസ്സേജ് അയച്ചതാണ്. അപ്പൊ എനിക്ക് പറയാനുള്ളതെന്ന് പറയുമ്പോൾ, ഈ സുബൈറിക്കയുടെ വീട്ടിൽ ഉമ്മയുണ്ട്, ഭാര്യയുണ്ട്, മോളുണ്ട്. ചിലപ്പോൾ കാണുമായിരിക്കും. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, അത് എത്ര വയസ്സുള്ള മോളാണെങ്കിലും. കാര്യം എനിക്ക് എന്റെ ഇതിൽ വന്ന് പറഞ്ഞത് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അപ്പൊ അതിന് ഞാൻ മറുപടി പറയുവാണ്. അയാളുടെ അഭിപ്രായം പറഞ്ഞു, ഞാൻ എന്റെ അഭിപ്രായം പറയുവാണ്. അപ്പൊ അതുകൊണ്ട് ഉമ്മയും ഭാര്യയും മക്കളെയും എല്ലാം കൊണ്ടുപോയി ഇതുപോലെ ലൈവില് തുണി അഴിച്ച് കാണിച്ചു കൊടുക്കുക. അപ്പം എന്താ സംഭവം എന്ന് വെച്ചാൽ അയാൾക്ക് ഇതിലും കൂടുതൽ കാശ് കിട്ടും. അയാൾ ഒറ്റക്ക് കിടന്ന് പണിയെടുക്കേണ്ട ആവശ്യമില്ല. മക്കളെയും ഭാര്യേനെയും ഉമ്മാനെയും ഒക്കെ കാണിച്ചു കൊടുക്കുമ്പോഴത്തേക്ക് അതിനേക്കാളും കൂടുതൽ ക്യാഷ് കിട്ടും. അതൊരു നല്ല കാര്യമാണ്. കാര്യം എന്താന്ന് വെച്ചാൽ അപ്പൊ ഇയാൾ പണിക്ക് പോകണ്ട. ഇയാൾ ഇതുപോലെ നമ്മുടെ നീളാ നമ്പ്യാരും ഒക്കെ ചെയ്യുന്ന പോലെ, മറ്റേ നിമിഷ ബിജോയൊക്കെ ചെയ്യുന്ന പോലെ അയാൾ അവിടെ ലാപ്ടോപ്പ് വെച്ചിട്ട് ഇത് കാണട്ടെ, ലൈവായിട്ട് കാണട്ടെ. മക്കളും ഭാര്യയും ഉമ്മായും അപ്പുറത്തേക്ക് തുണി അഴിച്ച് കാണിച്ചു കൊടുക്കട്ടെ. എനിക്ക് ഇതിലും വലുതായിട്ടൊന്നും പറയാനില്ല. കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഈ മെസ്സേജ് കണ്ടപ്പോ എനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്ത്. കാര്യം അയാളുടെ ഒരു കാര്യത്തിലും ഞാൻ ഇടപെടാൻ ചെന്നിട്ടില്ല. അപ്പൊ അയാൾ ഇങ്ങനെ പറഞ്ഞപ്പോ ഞാൻ അതിലും അപ്പുറം പറയണ്ടേ? നിങ്ങൾ തന്നെ പറ. അപ്പൊ അതൊരു കമന്റ്. അപ്പൊ പുള്ളിക്കാരന് സന്തോഷമായെന്ന് വിചാരിക്കുന്നു. അപ്പം വേറെ നീ അവളെ മുജീബ് ചെല്ലന്നൂർ 1446 എന്നൊരു കമന്റ് വന്നിരിക്കുന്നത്, നീ അവളെ കുറ്റം പറഞ്ഞിരുന്നോ 4 ലക്ഷം സബ്സ്ക്രൈബ് ആയി അവൾക്ക് എന്ന്. എനിക്ക് കുറ്റം പറഞ്ഞിരിക്കുന്നത്, ഞാൻ അവള് ചെയ്യുന്ന ഒരു തെറ്റാണെങ്കിൽ അത് തെറ്റാണെന്ന് എനിക്ക് പറയുന്നതിന് യാതൊരു ഇതുമില്ല. അതുകൊണ്ട് എനിക്ക് അവളെപ്പോലെ എനിക്ക് സബ്സ്ക്രൈബേഴ്സിനെ ആക്കണമെന്നായിരിക്കും പുള്ളി ഉദ്ദേശിച്ചത്. അതിന്റെ ആവശ്യം എനിക്കില്ല. ഒന്നാമത്തെ കാര്യം, ഞാൻ അവളെപ്പോലെ അന്തസ്സില്ലാത്തവളല്ല. എനിക്കൊരു മാന്യതയുണ്ട്. പുള്ളിക്കുള്ള കമന്റിന്റെ റിപ്ലൈയും കിട്ടി. ഇനി അടുത്തത് പിന്നെ വേറൊരു കമന്റ് വന്നേക്കുന്നത്, അതെനിക്ക് വേറൊന്നുമല്ല, നമ്മുടെ അതിന്റെ യൂസർ പുള്ളിയുടെ പേരൊന്നുമില്ല. സംഭവം എന്താന്ന് വെച്ചാൽ, നിങ്ങൾക്ക് തെറ്റുപറ്റി. ഇത് നെഗറ്റീവ് കമന്റ് അല്ല കേട്ടോ, പൊതുവെ നടക്കുന്ന ഒരു സംഭവമാണ്. നിങ്ങൾക്ക് തെറ്റുപറ്റി. അവൾക്ക് മെയിൻ ആയിട്ട് കസ്റ്റമറെ ഒപ്പിക്കലാണ്. അവൾ മാത്രമല്ല, അവളുടെ കൂടെ നിരവധി പെൺകുട്ടികളുണ്ട്. ഇവിടെയല്ല, ദുബായില് നടക്കുന്ന ഒരു സംഭവമാണ് പുള്ളി പറയുന്നത്. ദുബായിൽ രാത്രി 1 മണി വരെ ഇവർക്ക് മറ്റു പണികളാണ്. അത് കഴിഞ്ഞാൽ 2 മണിക്കൂർ ഉറക്കം, അത് കഴിഞ്ഞാൽ ലൈവ്, അത് കഴിഞ്ഞാൽ മദ്യപാനം, ഇത് കഴിഞ്ഞ് ഉറക്കം. ഒരു ഫ്ലാറ്റ് എടുത്തിട്ട് അവിടെയാണ് എല്ലാവരും താമസിക്കുന്നത്. ഇതിൽ എനിക്കൊന്നും പറയാനില്ല. കാര്യം നടക്കുന്ന കാര്യമായിരിക്കും, നമുക്ക് അറിയത്തില്ല, നടക്കുന്ന കാര്യമായിരിക്കും. പുള്ളിയുടെ കമന്റിന് റിപ്ലൈ തന്ന്. ഇനി നെക്സ്റ്റ് കമന്റ്. പിന്നെ ഒരു കമന്റ് വന്നിരിക്കുന്ന മാലതി എന്ന് പറഞ്ഞിട്ടൊരു പെണ്ണാണോ ആണാണോ ഫേക്ക് ഐഡി ആണോ എന്താണെന്നൊന്നും അറിയത്തില്ല. പുള്ളിക്കാരി പറയുന്നത്, എന്തിനാ വെറുതെ പരദൂഷണം പറയുന്നേ, അവർ ജീവിച്ചു പൊക്കോട്ടെ, മെമ്പർഷിപ്പ് എടുക്കുന്നവർ ഉണ്ടായത് കൊണ്ടല്ലേ എന്ന്. പരദൂഷണം പറയുമെന്നാണ് ഈ പുള്ളിക്കാരി പറയുന്നത്. ഇവരുടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്
ഇവരുടെയൊക്കെ ഒരു ധാരണയുണ്ട്. മിക്കവരും പറയുന്നുണ്ട് അവരവരുടെ വഴി നോക്കി പോയിക്കോട്ടെ, അല്ലെങ്കിൽ അവരവരുടെ കാര്യം നോക്കി ജീവിച്ചോട്ടെ, നിങ്ങൾ എന്തിനാണ് പരദൂഷണം പറയുന്ന, അസൂയ ഉണ്ടല്ലേ. ഞാൻ കുറെ കമന്റ് ഉണ്ട്, എനിക്ക് അതുകൊണ്ട് വായിക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ എല്ലാം കൂടെ മിക്സ് ചെയ്തൊക്കെ പറയുന്നത്. അപ്പൊ അവര് പറയുന്നത്, പിന്നെ ചിലർ പറയുന്നത് നിനക്ക് പിന്നെ അസൂയയല്ലേ, അവർക്ക് ഇത്രയും കാശ് കിട്ടുന്നതിനുള്ള അസൂയയല്ലേ. ചിലർ പറയുന്നത് ഇതുപോലെ തന്നെ ജീവിക്കാൻ വേണ്ടിയിട്ടല്ലേ അവരെന്തെങ്കിലും ചെയ്യട്ടെ. അപ്പൊ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ജീവിക്കാൻ ഇതേ ഉള്ളൂ മാർഗം? ഇതേ ഉള്ള മാർഗം. ആർക്കും ദോഷമില്ലാതെ ഏതെങ്കിലും തുണിക്കടയിലോ അല്ലെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ലേഡീസ് സ്റ്റോറിലോ എന്തൊക്കെ പണിയുണ്ട്, വീട്ടുജോലി എടുത്താണെങ്കിലും മാന്യ മര്യാദയ്ക്ക് അന്തസ്സായിട്ട് ജീവിക്കാമല്ലോ. എന്താണ് ഒരു പെണ്ണിന് ഇതേ ഉള്ളോ വഴി? ഇതെന്ന് പറയുന്നത് എത്രയോ പേര് വഴിതെറ്റി പോകുന്ന ഒരു കാര്യമാണ് ഈ ചെയ്യുന്നത്. ഇവർ ചെയ്യുന്നത് എത്രയോ പേര് വഴിതെറ്റി പോകുന്നു, എത്രയോ പിള്ളേര്, എത്രയോ കുടുംബങ്ങൾ. ശരിക്കും പറഞ്ഞാൽ കുടുംബം കലക്കുന്ന ഒരു പരിപാടിയായി ഇവൾ കാണിക്കുന്നത്. എത്രയോ കുടുംബങ്ങൾ തകരുമെന്ന് അറിയാവാ. ചില ഭർത്താക്കന്മാര് ഇതുപോലെ നെഗറ്റീവ് കുറെ ഹസ്ബൻഡുമാര് കാണും. അവര് എന്ന് പറയുമ്പോ ഈ ഫോൺ കണ്ട് ഇത് കണ്ട് വഴിതെറ്റിപ്പോയി ഭാര്യയെ നോക്കാതെ വേറെ ഇതിൽ പോയി, അങ്ങനെ ഭയങ്കര വിഷയമായി കുറെ കുടുംബങ്ങൾ കലങ്ങുന്നുണ്ട്. അതൊക്കെ ഓരോ കുടുംബത്തിൽ നടക്കുന്നതാണ്. നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിക്കും, നെഗറ്റീവ് ഓളികളൊന്ന് ചിന്തിച്ചു നോക്ക്. എത്രയോ പേര് വഴിതെറ്റി പോകുന്ന ഒരു കാര്യമാണിത്. അപ്പൊ ഇതിനെ കുറിച്ച് ഇവരെ പ്രൊമോട്ട് ചെയ്യാനല്ല ഞാൻ നോക്കുന്നത്. ഇങ്ങനെ ഒരു സ്ത്രീ ഉണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കുറെ ചാനലുകളുണ്ട്. അപ്പൊ അതൊക്കെ റിപ്പോർട്ട് അടിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. അല്ലാണ്ട് നിങ്ങൾ ഇവർക്ക് പ്രൊമോഷൻ കൊടുത്തിട്ട് എനിക്ക് എന്ത് പ്രയോജനമുള്ളത്? ഇവരെനിക്ക് കാശ് തരുമോ? ഇങ്ങനെ പ്രൊമോഷൻ ചെയ്ത് കഴിഞ്ഞാൽ നിനക്ക് ഇത്ര രൂപ തരാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് കാശ് തരുമോ? എനിക്കൊരു കോപ്പും കിട്ടത്തില്ല. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇവര് പറയുന്നുണ്ടല്ലോ ഇങ്ങനെ എങ്ങനെയെങ്കിലും ജീവിച്ചു പൊക്കോട്ടെ എന്ന്. അപ്പൊ ഞാൻ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ മാത്രമല്ല ജീവിക്കണേ, ഈ ലോകത്ത് ഒരുപാട് പണിയുണ്ട്. മാന്യമായ അന്തസ്സായിട്ട് ജീവിക്കാൻ പറ്റുന്ന ഒരുപാട് വഴികളുണ്ട്. അല്ലാണ്ട് ഈ വളർന്നു വരുന്ന തലമുറയെ ഇല്ലാണ്ടാക്കിയിട്ട് പിന്നെ നശിപ്പിച്ച് ഓരോ കുടുംബങ്ങളും നശിപ്പിച്ച് ഉള്ള പ്രാക്കും കേട്ട് ഇങ്ങനെ ഉണ്ടാക്കുന്ന കാശ് ഇവർക്ക് എന്തിനാണ് ഉപകരിക്കുമായിരിക്കും. വല്ല മരുന്നിനോ അല്ലെന്നുണ്ടെങ്കിൽ വേറെന്തെങ്കിലും കാര്യത്തിന് ഉപകരിക്കുമായിരിക്കും. ഇതൊക്കെ ഭയങ്കര മോശം പരിപാടിയാണ്, മനസ്സിലായ? അതിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് കുറെ എണ്ണം, എന്താന്ന് വെച്ചാൽ ഇതിൽ കുറെ എണ്ണം പറയുന്നുണ്ട്. കുറെ പേര് പറയുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് അവരെങ്ങനെയെങ്കിലും ചെയ്യട്ടെ, അവർക്ക് കുഴപ്പമില്ല, പിന്നെ നിങ്ങൾക്ക് എന്താണെന്ന് ചോദിക്കുന്നുണ്ട്. കുറെ ആണുങ്ങൾ വന്നത് പറയുന്നുണ്ട്. ഈ ആണുങ്ങളുടെ ഒക്കെ വിചാരം, അത് ഞാൻ പറഞ്ഞുതരാം. അത് ഏത് കമന്റ് ആണെന്ന് ഞാൻ വായിച്ചുതരാം. കമന്റ് എന്ന് പറയുന്നത്, അവർക്ക് ചെയ്തു കാണിക്കുന്നത് നിങ്ങൾ എടുത്തു കാണിക്കുന്നത് തോന്നിയാസമല്ലേ, പുണ്യാളത്തിയായി നിനക്ക് എടുത്തു കാണിക്കാനും പറയാനും എന്ത് യോഗ്യതയാണുള്ളത്? നാണമില്ലേ നിനക്ക് ഇങ്ങനെ പ്രസംഗിച്ച് പണം ഉണ്ടാക്കാൻ? നീ മറ്റുള്ളവരുടെ പച്ചയിറച്ചി തിന്ന് പണം ഉണ്ടാക്കാതെ വല്ല ജോലിയും ചെയ്യാൻ നോക്കുന്നു. ഇയാളോട് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ, ഇയാളുടെ ഒന്ന് വെച്ചാൽ ഒരു ദാരിദ്ര്യമാണ് ദാരിദ്ര്യം എന്ന് വെച്ചാൽ ഇയാൾക്ക് വീഡിയോസ് കാണാൻ പറ്റത്തില്ല. അതിന്റെ ഒരു പ്രതിഷേധമാണ് ഇങ്ങനെ അറിയിച്ചിരിക്കുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇങ്ങനെ ഒരുപാട് കമന്റ് വന്നിട്ടുണ്ട്. നിനക്ക് വേറെ നാണമില്ലേ, നീ എന്തിനാ ഇത് ചെയ്യുന്നതെന്ന് പറഞ്ഞ് കുറെ കമന്റ് വരുന്നുണ്ട്. ഇവരുടെയൊക്കെ പ്രശ്നം എന്ന് പറയുന്നത്, ഇവർക്ക് ഇങ്ങനെയുള്ള ചാനലുകൾ പൂട്ടിപ്പോകുമെന്ന് അറിയാം. ഒന്നാമത്തെ കാര്യം എനിക്ക് അതാണ് പറയാനുള്ളത്. ഞാൻ ആ കമന്റുകൾ ഇവിടെയൊക്കെ കൊടുക്കാം കേട്ടോ, അപ്പൊ നിങ്ങൾക്കും കാണാൻ പറ്റുമല്ലോ. ജസ്റ്റ് ഇവിടെയൊക്കെ ഇവിടെയൊക്കെ ആയിട്ട് ഞാൻ കമന്റുകളൊക്കെ കൊടുത്തേക്കാം. അപ്പൊ ഞാൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാല് പിന്നെ അവര് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് നാണമില്ല എന്നാണ്. അപ്പൊ ഞാനൊരു കാര്യം പറയാം, ഈ കാണിക്കുന്നവൾമാർക്കൊന്നും ഒരു നാണവും ഇല്ല. അപ്പൊ നീ ഈ പറയുന്ന കമന്റ് ഇടുന്നവരൊക്കെ എന്തായിട്ട് വേണം? അപ്പൊ അവരൊക്കെ ഒന്ന് ചിന്തിച്ചുകൂടെ? ഇവളുമാർക്കൊന്നും ഒരു നാണവും ഇല്ല. ഈ പറയുന്ന എനിക്കാണ് അപ്പൊ ഇവര് കുറ്റം പറയുന്നത്. അപ്പൊ ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ ഇവർക്ക് ഇത് കാണാൻ പറ്റത്തില്ല. ഒന്നാമത്തെ അതിന്റെ ഒരു പ്രതിഷേധമാണ്. ഞാൻ ഈ വീഡിയോസ് ഇടുമ്പോഴത്തേക്കും ഇവരുടെ റിപ്പോർട്ട് അടിച്ച്, ഇപ്പൊ ഈ 3-4-5 പേര് അല്ലെങ്കിൽ ഒരു 10-15 പേര് റിപ്പോർട്ട് അടിച്ചാൽ ചിലപ്പോ എങ്ങാനും വീഡിയോസ് പോയി ഇവര് നിർത്തിപ്പോയാൽ ഇവര് പട്ടിണിയാവും. അതാണ് ഈ വീഡിയോസ് ഇടുന്നവരുടെ ഉദ്ദേശം എന്ന് പറയുന്നത്. ഇവര് നിർത്തിപ്പോയി കഴിഞ്ഞാൽ പിന്നെ ഒരു പരിപാടിയും നടക്കത്തില്ല. അതുകൊണ്ടാണ് ഇവർ അങ്ങനെയുള്ളവരാണ് ഇങ്ങനത്തെ കമന്റ് ഇടുന്നത്. സത്യമാണ്, അങ്ങനെയുള്ളവർ തന്നെയാണ് ഇങ്ങനത്തെ ഇത്. പിന്നെ ഇവർക്ക് ഭയങ്കര വെപ്രാളമാണ്, കാരണം പെടക്കമാണ്. ഈ കമന്റ് ഇടുന്നവരുടെ കമന്റ് വായിക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഒരു പെടപ്പാണ്, ഭയങ്കര പെടക്കലാണ്. അപ്പൊ പിന്നെ അവർക്ക് ഒട്ടും സഹിക്കാൻ പറ്റുന്നില്ല. ഞാൻ അതിന് കൊടുത്ത കമന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ കിടന്ന് പെടക്കുവാണല്ലോ, നിങ്ങൾക്ക് സഹിക്കുന്നില്ലേ? അവരെങ്ങാനും നിർത്തിപ്പോയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റാത്തത് കൊണ്ടല്ലേ ഈ ചൊറിച്ചില്? പിന്നെ നിങ്ങളുടെ വീട്ടിലും ഉണ്ടല്ലോ മക്കൾ, അവർ ഇതൊക്കെ കണ്ട് വഴിതെറ്റി പോയാൽ നിങ്ങൾക്ക് കുഴപ്പമില്ലേ? നാണമില്ലേ ഇങ്ങനെയൊക്കെ സപ്പോർട്ട് ചെയ്യാൻ? നിങ്ങളെപ്പോലുള്ളവരെയാണ് ഇവരെ വളർത്തുന്നതെന്ന്. അത് സത്യമല്ലേ ഞാൻ പറഞ്ഞത്? ഇവരെ പോലുള്ളവരാണ് വളർത്തുന്നത്. അപ്പൊ പറഞ്ഞിട്ട് കാര്യമില്ല. ഇതൊരു കമന്റ് ആണ്.
നെക്സ്റ്റ് കമന്റ് വായിക്കാം. പിന്നെ അവര് കാശുണ്ടാക്കാൻ പഠിച്ചവളാണ്, കാണാൻ ആളുണ്ടായിട്ടല്ലേ, നിങ്ങൾ ഹിന്ദി ചാനലിൽ നോക്കൂ ഇതിലും വൾഗറാണെന്ന്. നമ്മള് അവര് ഹിന്ദി ചാനലിന്റെ അവരുടെ കാര്യമല്ല, നമ്മള് മലയാളികൾ, കേരളത്തിലെ മലയാളികളെ കുറിച്ചാണ് പറയുന്നത്. അവർ പിന്നെ ഈ മലയാളികൾ എന്ന് വെച്ചാൽ ഹിന്ദി ചാനലിൽ ഓക്കെ അതിൽ കാണിക്കുന്നുണ്ടാവും, പക്ഷെ ഞാൻ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മലയാളികളുടെ കാര്യം നിർത്താൻ പറ്റുന്നില്ല. അന്നേരമാണ് ഈ ഹിന്ദിക്കാരുടെ അടുത്ത് പോയി സംസാരിക്കാൻ പോകുന്നത്. എന്തിനാണ്? അപ്പൊ ഈ മലയാളികളുടെ കാര്യം പറഞ്ഞ് മലയാളത്തിലുള്ളവരെ അവർക്ക് കാണാലോ, ജസ്റ്റ് പോയി നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലാകുമല്ലോ ആ ഒരു ചാനൽ. അപ്പൊ അതിനെ കൊണ്ട് ഇപ്പൊ അറിയാൻ വയ്യാത്തവർ ഒരുപാട്, ഹിന്ദി അറിയാൻ വയ്യാത്തവർ ഒരുപാട് നമ്മുടെ കേരളത്തിലുണ്ട്. അപ്പൊ അത് കാരണം അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ സംസാരിക്കുന്നത്. പിന്നെ വേറൊരു കമന്റ് എന്ന് പറയുന്നത് TMP833 ചെയ്തൊരു കമന്റ് ആണ്. നിമിഷ ബിജോയ് വൃത്തികേടൊന്നും പറയുന്നില്ല, മോഡേൺ ഡ്രസ്സ് മാത്രമേ ഇടുന്നുള്ളൂ കേട്ടോ എന്ന് പറയുന്നുണ്ട്. നിമിഷ ബിജോ അത് മതിയല്ലോ അത് മതിയല്ലോ, ഞാനതാ ചോദിക്കുന്നത്, അത് മതിയല്ലോ. കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മോഡേൺ ഡ്രസ്സ് ഇടുന്നെന്ന് പറയുന്ന എത്രയോ നല്ല മോഡേൺ ഡ്രസ്സുകളുണ്ട് ഇല്ലേ? മോഡേൺ ഡ്രസ്സ് ഇടുന്നുണ്ട്. മോഡേൺ ഡ്രസ്സ് എന്ന് പറഞ്ഞ ഈ കൈ ഇവിടം വരെ കാണുന്നതും, അല്ലെങ്കിൽ ഇവിടെ ഫുള്ള് പെറ്റിക്കോട്ട് പോലത്തെ, ഇന്നർ പോലത്തെ, അതൊക്കെയാണ് മോഡേൺ ഡ്രസ്സ്. അതിന് മോഡേൺ ഡ്രസ്സ് എന്ന് പറയാവോ? മോഡേൺ ഡ്രസ്സ് എന്ന് പറഞ്ഞാൽ അതിനേക്കാളും എത്രയോ നല്ല മോഡേൺ ഡ്രസ്സ് ഉണ്ട്. ഇവളെന്ന് പറയുന്നത് അത് കണ്ടാൽ തന്നെ നമുക്കറിയാം വൾഗറാണ്. വൈഡ് നെക്ക് എന്ന് പറഞ്ഞാൽ ഇതിലും ഭേദം തുണിയില്ലാണ്ടിരിക്കുന്നതാണ്. എനിക്ക് അതിൽ കൂടുതൽ വലുതായിട്ടൊന്നും പറയാൻ അറിയത്തില്ല, അതുകൊണ്ട് ഞാൻ പറയും ഇതിലും ഭേദം തുണിയില്ലാണ്ട് മാറിയിരിക്കുന്നതായിരിക്കും. നിമിഷ ബിജു അങ്ങനെ പറയുന്നുണ്ട്, പക്ഷെ നിമിഷ ബിജുവിനെ കുറിച്ച് ഞാൻ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ അവൾ ഇത്രയും ഈ നിഷാനയുടെ അത്രയും വൾഗർ അല്ല. പക്ഷെ എന്നാലും ഞാൻ പറയുന്നത് ലൈവ്, ഈ മെമ്പർഷിപ്പ് ലൈവോ അങ്ങനെയൊന്നും പോകുന്നില്ല കേട്ടോ. അതിലൊക്കെ എനിക്ക് പുള്ളിക്കാരിനോട് ഒരു ഇതുണ്ട്. കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാരെ അങ്ങനെ വഴിതെറ്റിക്കാനായിട്ട് നോക്കുന്നില്ല, അത് ശരിയാണ്. പക്ഷെ നിമിഷ ബിജു പിന്നെ നമ്മുടെ നിഷാന പുള്ളിക്കാരിയാണ് നമ്മുടെ വഴിതെറ്റിക്കുന്നതിൽ മെയിൻ ആയിട്ടുള്ളത്. പിന്നെ വേറെ കുറെ പേരോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് അറിയാവുന്നവരെ കമന്റ് ചെയ്യണമെന്ന്. ഒരുപാട് പേരുണ്ട് കേട്ടോ, കുറെ പേരെ കമന്റ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ കാണാനായിട്ടുള്ള ഒരു സമയം എനിക്ക് ഇല്ലാതിരുന്നത് കൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് വിശദമായിട്ട് നോക്കിയിട്ട് ഞാൻ അതിന് റിപ്ലൈ പിന്നെ വീഡിയോ ചെയ്യുന്നതാണ് കേട്ടോ. ഞാൻ എന്തായാലും ഒരു 2-3 ദിവസത്തിനുള്ളിൽ വീഡിയോ ഇടും. പുതിയ 2-3 പേരെ കിട്ടിയിട്ടുണ്ട്. പിന്നെ കിട്ടിയിട്ടെന്ന് പറഞ്ഞാൽ അവരെ പ്രൊമോഷൻ അല്ല കേട്ടോ. നിങ്ങൾ പിന്നെ പ്രത്യേകം ഞാൻ എടുത്ത് പറയുവാണ്, നിങ്ങൾ വിചാരിക്കും പ്രൊമോഷൻ ചെയ്യുവാണെന്ന്. ഇവരെ റിപ്പോർട്ട് അടിക്കാനാണ്. എല്ലാവരും കൂടി ഒരുമിച്ച് നിന്ന് റിപ്പോർട്ട് അടിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ ഇതൊക്കെ. അപ്പൊ അതുകൊണ്ട് അതാണ് കാര്യം. ഇനി നമ്മൾ പറയുന്ന ഇത്രയൊക്കെ നിഷാനയുടെ വ്ലോഗ്സിൽ വരുന്ന കുറച്ച് കമന്റ് ആണ് ഞാനിപ്പോ പറഞ്ഞത്. ഇനി പറയാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇവളുടെ നിമിഷ ബിജോയുടെ വീഡിയോയിൽ വന്ന കുറച്ച് കമന്റ് ഞാൻ വായിക്കാം. പിന്നെ ഒരു കമന്റ് എന്ന് പറയുന്നത് ഒരു ഐഷു ജോ അങ്ങനെ എന്തോ പറഞ്ഞിട്ടൊരു ഒരാളാണ്. പുള്ളിക്കാരി പെണ്ണാണോ ആണോ എന്ന് അറിയത്തില്ല. അതിൽ നിന്നൊരു കമന്റ് വന്നേക്കുന്നത്, ഒരു മതത്തിന്റെ മൊത്തം കരിവാരി തേച്ച് വേറൊരു മതത്തിന്റെ പേരും വെച്ചിട്ട് ഇതിലും വെച്ചിട്ട് ഏതിലും തുണി പറിക്കുന്ന ഒരുത്തിയെ പറയുമ്പം അവളെ കൂടി ചേർത്ത് വീഡിയോ ചെയ്യാം. എന്താ വെച്ചാൽ മതത്തിന്റെ പേരാണ് ഇവിടെ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മതം ആണ്. മതം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒരു മതത്തിനെ സെപ്പറേറ്റ് ആയിട്ട് നിർത്തിയിട്ട് ബാക്കിയുള്ള പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ മുസ്ലിംസിനെ സപ്പോർട്ട് ചെയ്തിട്ട് ഹിന്ദുക്കളെ പിന്നെ പ്രൊമോട്ട് ചെയ്യുന്ന അങ്ങനെയല്ല, അല്ലെങ്കിൽ ഹിന്ദുക്കളെ കുറിച്ച് കുറ്റം പറയുന്ന രീതിയിലുള്ള കമന്റ് ആണെന്ന് തോന്നുന്നു. എനിക്ക് കറക്റ്റ് ആയിട്ട് എനിക്ക് കിട്ടിയില്ല. അപ്പൊ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല് പുള്ളിക്കാരി പറയുന്നത്, ഞാൻ നമ്മളെ ഇവളെ കുറിച്ചാണ്. ആരാന്നറിയാം, നമ്മുടെ എന്തായിരുന്നു അവരുടെ പേര്, നില നമ്പ്യാരിനെ കുറിച്ചാണ് പറയുന്നത്. നില നമ്പ്യാർ മുസ്ലിം ആയിട്ട് അവളെ മതത്തിൽ നിന്ന് പുറത്താക്കി എന്ന് വെച്ചാൽ ഭയങ്കര ഇഷ്യൂ ആയി. അവളെ മതത്തിൽ നിന്ന് പുറത്താക്കിയതിന് ശേഷം അവള് നില നമ്പ്യാർ എന്ന് പറയുന്ന ഹിന്ദു നെയിമാക്കി. എന്നിട്ട് അവള് വൃത്തികെട്ട രീതിയിൽ ഡ്രസ്സൊക്കെ ചെയ്ത് പിന്നെ ഫോട്ടോഷൂട്ടും കാര്യങ്ങളും ലൈവും കാര്യങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ ഞാൻ അതിൽ പറയുന്നതെന്ന് വെച്ചാൽ ഞാൻ ഒരു ഇപ്പം മതത്തിന്റെ കാര്യമാണെങ്കിലും ഞാൻ നിഷാന എന്ന് പറയുന്ന ഒരു മുസ്ലിമാണ്. അതുപോലെ തന്നെ നമ്മുടെ നിഷാന, പിന്നെ വേറെ ആരായിരുന്നു മുസ്ലിം ആയിട്ടുള്ള,
നീലാ നമ്പ്യാർ മുസ്ലിമാണ്, നിഷാന മുസ്ലിമാണ്, ബാക്കി ഉള്ളവരാണ് ഹിന്ദുക്കള്. അപ്പൊ ഞാൻ പറയുന്നത് ഇവളുമാർ രണ്ടുപേരും മതത്തിന്റെ പേരിൽ ഇവരെ കുറിച്ച് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് കാണാത്തവര് കണ്ടു. ഈ മതത്തിന്റെ കാര്യമൊന്നും ഞാൻ ഇതിനകത്തോട്ട് വലിച്ചഴക്കുന്നില്ല. കമന്റ് വന്നതുകൊണ്ട് ഞാൻ പറയുക. പിന്നെ വേറൊരു കമന്റ് വന്നിരിക്കുന്നത്, നിങ്ങൾ എന്തിനാ മറ്റുള്ളവരുടെ വേഷം നോക്കാൻ പോകുന്നത്? നിങ്ങൾ അവരെ ഇഷ്ടത്തിന് അനുസരിച്ച് ഡ്രസ് ഇടട്ടെ എന്ന് അനുസരിച്ച് ഡ്രസ് ഇടുന്നു. നിങ്ങൾ ആ ഉരുൾ പൊട്ടി കുറെ പാവങ്ങൾ കാണില്ലേ, ആ സങ്കടം കൊണ്ട് നിങ്ങൾ സിനിമ എന്തോ കറക്റ്റ് ആയിട്ട് കമന്റ് ഇടുന്നവർ നല്ല രീതിയിൽ കമന്റ് ഇടും കേട്ടോ. കറക്റ്റ് ആയിട്ട് വായിക്കാൻ പറ്റുന്നില്ല. എത്ര വേഷം ഇടുന്നു അതെല്ലാം നോക്കി വീഡിയോ ചെയ്യാം. കുറച്ച് പൈസ ആകും. അവരെ വേഷം നമ്മൾ അല്ല നിശ്ചയിക്കുന്നത്. അവർക്ക് ജനങ്ങൾ നോക്കുമ്പോൾ സ്വയം മനസ്സിലാകട്ടെ എന്ന്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇതിനകത്ത് പറയുന്നത് വെച്ച് കഴിഞ്ഞാല് അവരുടെ ഡ്രസ്സ് അവരുടെ ചോയ്സ് ആണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ നോക്കണ്ട, അവര് എന്താന്ന് വെച്ചാൽ അവര് ചെയ്യട്ടെ. ജനങ്ങൾ അവരെ കുറിച്ച് കുറ്റം പറയുമ്പോൾ അവർക്കത് മനസ്സിലായിക്കോളൂ എന്നാ പറയുന്നത്. ഈ നിഷാന എന്ന് പറയുന്ന ഒരു 2-3 വർഷമെങ്കിലും ആയിട്ടുണ്ട് ഈ ചാനൽ തുടങ്ങിയിട്ട്. 3-4 വർഷം എന്തായാലും ആയിട്ടുണ്ട് ചാനൽ തുടങ്ങിയിട്ട്. ഇത്രയും നാൾ കൊണ്ട് മാറ്റാൻ പറ്റാത്ത ഒരു കാര്യമാണ് ഇവര് പറയുന്നത്. ജനങ്ങൾ മനസ്സിലാക്കുമ്പോൾ മാറ്റട്ടെ എന്ന്. ഈ പറയുന്നവരൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. നമ്മൾ ഇപ്പം ഒറ്റക്കെട്ടായി നിന്ന് കഴിഞ്ഞാൽ ഈ 2-3 വർഷമായിട്ട് ഇവരെ ഒന്നും നമുക്ക് മാറ്റാൻ പറ്റിയിട്ടില്ല. ഇപ്പൊ നമ്മൾ ഒരു ഒറ്റക്കെട്ടായിട്ട് നിന്ന് ഇവരെയൊക്കെ റിപ്പോർട്ട് അടിച്ചു കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. വളർന്നു വരുന്ന തലമുറ എന്നാലേ ശരിയാവത്തുള്ളൂ. കാര്യം ഇനിയും ഒരു 5 വർഷം അല്ലെങ്കിൽ ഒരു 10 വർഷം മുന്നോട്ട് പോകുമ്പോഴത്തേക്കും ഇതിലും കൂടുതൽ ആൾക്കാർ വരുന്നുണ്ട്. സത്യം, ഞാൻ കുറെ വീഡിയോസ് ഇപ്പൊ എനിക്ക് കമന്റിൽ കുറെ പേര് എനിക്ക് ലിങ്ക് ഇട്ട് തരുന്നുണ്ട്. കുറെ പേര് പേഴ്സണൽ മെസ്സേജ് അയക്കുന്നുണ്ട്, ഇന്ന പോലെ ഇവരുടെ വീഡിയോയെ കുറിച്ച് ചെയ്യൂ, അല്ലെങ്കിൽ ഇവരെ കുറിച്ച് ചെയ്യൂ, അവരെ കൂടെ. പിന്നെ ഒരു സെബീന ബീവി അങ്ങനെ എന്തോ പറഞ്ഞിട്ട് ഒരു പുള്ളിക്കാരി ഫുള്ള് തെറിയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ലിങ്ക് അയച്ചു വന്നിട്ടുണ്ട്. അതിനെ കുറിച്ച് ഒരു വീഡിയോ ചെയ്യാൻ പറഞ്ഞാൽ അത് ഞാൻ ചെയ്യാം. അപ്പൊ ഞാൻ ഇപ്പൊ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ എനിക്ക് ഇന്നൊരു റിയാക്ഷൻ വീഡിയോ, ഒരു കമന്റിനുള്ള റിയാക്ഷൻ വീഡിയോ ആണ് ഞാൻ ഇന്ന് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് അവരെ കുറിച്ചൊന്നും ഞാനിപ്പോ പറയുന്നില്ല. പിന്നെ ഇതാണ് ഞാൻ പറയുന്നത്, നമ്മുടെ എന്താ വെച്ചാൽ വളർന്നു വരുന്ന തലമുറ, എല്ലാവരുടെ വീട്ടിലും മക്കളുണ്ട്. അതാണ് ഞാൻ എടുത്തെടുത്ത് പറയുന്നത് കേട്ടോ. അല്ലാതെ നിങ്ങൾ ഇത് ഒരു കുറ്റമായിട്ട് കാണാതെ നിങ്ങൾ ശരിക്കും ബോധത്തോടെ ചിന്തിച്ച് പ്രവർത്തിക്കുക. പിന്നെ ഒരു കമന്റ് പറയുന്നതാണ്, പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ലേ, പാവങ്ങൾ പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ലേ ഇതൊക്കെ ചെയ്യുന്നത്, അവരെ എന്തിനാണ് ഇങ്ങനെ നമ്മൾ കുറ്റം പറഞ്ഞ് അവരുടെ അന്നം മുടക്കുന്നതെന്ന്. ഇത് മാത്രമല്ല, ഞാൻ എടുത്തു ചോദിക്കുന്ന ഒരു കാര്യം എന്നിട്ട് ഇത് മാത്രമേ ഉള്ളൂ അന്നം ഉണ്ടാക്കാനുള്ള വഴി. ഇത് മാത്രമല്ല, എത്രയോ പേരുടെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എത്രയോ പേര് കുടുംബങ്ങൾ നശിക്കുന്ന ഒരു കാര്യമാണിത്. എത്രയോ പേര് വഴിതെറ്റി പോകുന്ന കാര്യമാണ്. നമുക്ക് ഈ ആൾക്കാർക്ക് ബുദ്ധിയും വിവരവും ബോധമൊന്നും ഇല്ലെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഇവർക്കൊക്കെ ഇത് കണ്ട് അഡിക്റ്റ് ആയിപ്പോയി. അതുകൊണ്ടാണ് ഇവർക്ക് ഇത് ഇല്ലാണ്ട് പറ്റത്തില്ല എന്ന് വിചാരിച്ചിട്ട് ഇവര് നമുക്ക് നെഗറ്റീവായിട്ട് ഇതാക്കുന്ന കാര്യം. എന്താണെന്ന് വെച്ചാൽ നമ്മളത് പറയാതിരുന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ വാ മൂടി കെട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ഇത് വീണ്ടും കാണാമല്ലോ ലൈഫ് ലോങ് ഒക്കെ. ഒരുപാട് നല്ല കമന്റ് ഇടുന്നുണ്ട് കേട്ടോ, ഒത്തിരി നല്ല. ഇത് ഞാൻ പറയാനിരുന്ന, എല്ലാവരും ഒരേ സ്വരത്തിൽ പറയുന്ന ഒരു കാര്യമാണ്, ഞാൻ പറയാനിരുന്ന വാക്കുകളാണ് നിങ്ങളിലൂടെ പറയുന്നതെന്നും പറഞ്ഞു. അത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട കുറെ കമന്റ്സ് ഉണ്ട് കേട്ടോ. ഞാൻ ഹാരിഷ് എന്ന് പറഞ്ഞിട്ട് ഒരു പുള്ളിക്കാരൻ കമന്റ് ഇട്ടിരിക്കുക. ഹാരിഷ് 6094 പുള്ളിക്കാരൻ കമന്റ് ഇട്ടിരിക്കുന്ന കാര്യം എന്ന് വെച്ചാൽ, നിങ്ങളെല്ലാവരെയും തുണി ഉടുപ്പിക്കാൻ നടക്കുവാണോ? പിന്നെ നിമിഷ ബിജോയെ നീയെല്ലാം എടുത്തു വളർത്തിയതാണ്, നീ അവള് എന്നൊക്കെ വിളിക്കാൻ റെസ്പെക്ട് ചെയ്യാൻ പഠിക്കാനെന്ന്. അവളെ ഞാൻ നീയെന്നും, ഇപ്പൊ നിഷാനാനെ ആണെങ്കിലും നിമിഷ ബിജോനെ ആണെങ്കിലും, നിമിഷ ബിജോ എന്നാണ് ഇതിനകത്ത് എഴുതിയിരിക്കുന്നത്, നിമിഷ ബിജോനെ ഞാൻ നീയെന്നും നിങ്ങളെന്നും ഒക്കെ വിളിക്കുന്നത് ആ ചേട്ടനിക്ക് ഇഷ്ടപ്പെടുന്നില്ല. ആ ചേട്ടനിക്ക് ഇഷ്ടപ്പെടുന്നില്ല. അപ്പൊ ചേച്ചീനെ നീയെന്നും ഒന്നും വിളിക്കാൻ പാടില്ല, ഞാൻ റെസ്പെക്ട് ചെയ്ത് മാഡം, നിമിഷ മാഡം അങ്ങനെയൊക്കെ വിളിക്കണമെന്ന് കേട്ടോ. പുള്ളിക്കാരൻ അത് പറഞ്ഞ ഞാൻ അങ്ങനെ വിളിക്കണം, അതുകൊണ്ട് റെസ്പെക്ട് ചെയ്യാനത്. പുള്ളിക്കാരി റെസ്പെക്ട് ചെയ്യുന്ന കാര്യമാണ് ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ഹാരിഷ് എന്ന് പറയുന്ന പുള്ളിക്കാരന്റെ തലയ്ക്ക് ഓളമില്ലേ? ഈ പുള്ളി പറയുന്നത് ഞാൻ റെസ്പെക്ട് ചെയ്യണമെന്ന്. ഞാൻ അവരെ കയറി തെറിയൊന്നും വിളിച്ചില്ലല്ലോ. അവര് നീ എന്നൊക്കെ പറയുന്നുണ്ട്, അത് തെറ്റായിട്ട് എനിക്ക് തോന്നുന്നില്ല. പിന്നെ അവര് ഇങ്ങനെയുള്ള ഒരു സ്ത്രീയെ ഞാൻ റെസ്പെക്ട് ചെയ്യണ അല്ലെങ്കിൽ മാഡം എന്നൊക്കെ വിളിക്കണമെന്ന് എനിക്ക് യാതൊരു ഇതും എനിക്ക് തോന്നുന്നില്ല. എനിക്ക് തോന്നുന്നവരെ ഞാൻ അങ്ങനെ വിളിക്കാറുണ്ട്. അപ്പൊ ഞാൻ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല്,
പുള്ളിക്കാരന് ഇഷ്ടപ്പെട്ടിട്ടില്ല, അപ്പൊ അതുകൊണ്ട് ഞാൻ റെസ്പെക്ട് ചെയ്യണമെന്നാണ് പറയുന്നത്. അപ്പം ഞാൻ പറയുന്നത് അവള് ചെയ്യുന്ന ഈ തോന്നിയാസം, ഈ വൾഗറായിട്ടുള്ള ഡ്രസ്സൊക്കെ ഇട്ടിട്ട് വന്നിരുന്ന് ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടല്ലോ, അങ്ങനെ പറയുന്നതിന് എന്ത് റെസ്പെക്റ്റ് ആണുള്ളത്? അതിന് റെസ്പെക്റ്റ് ഉണ്ടോ? റെസ്പെക്ട് എന്ന് പറയുമ്പോഴത്തേക്ക് പുള്ളിക്കാരി ഒരു മാന്യമായിട്ടുള്ള വേഷം ഇട്ട് അന്തസ്സായിട്ടുള്ള നല്ല രീതിയിലുള്ള ബ്ലോഗാണ് ചെയ്യുന്നതെങ്കിൽ ഞാൻ ഇങ്ങനെ വന്നിരുന്ന് പറയേണ്ട ഒരു ആവശ്യവും ഇല്ല. അപ്പൊ അതൊന്ന് നിങ്ങളൊന്ന് മനസ്സിലാക്കുക. ഞാൻ അവരെ റെസ്പെക്ട് ചെയ്യേണ്ട കാര്യമില്ല, കേട്ടല്ലോ. പിന്നെ അവര് ലൈവില് വന്നിട്ട് അവര് വിളിക്കുന്നത് എന്തുവാ? അവര് വിളിക്കുന്നത് പിന്നെ എന്തുവാ, സാർ മാഡം എന്നൊക്കെയാണ് അവര് വിളിക്കുന്നത്. അതുപോലെ ഈ പറയുന്നവരും എന്നെ നിങ്ങളെന്നൊക്കെയാണ് സംബോധന ചെയ്ത് പറയുന്നത്. നീയല്ല, അത് റെസ്പെക്ട് അല്ലേ? നീ എന്നുണ്ടല്ലോ അതിനകത്ത്, അത് റെസ്പെക്ട് ഇല്ലേ? അതിന് ഈ പുള്ളിക്കാരനെ ആദ്യം പോയി റെസ്പെക്ട് പഠിച്ചിട്ട് എന്നിട്ട് എന്നോട് സംസാരിക്കും. പിന്നെ വേറൊരു സൂപ്പർ കമന്റ് ഈ പുള്ളിക്കാരൻ തന്നെ ഹാരിഷ് തന്നെ ഇട്ട ഒരു കമന്റ് ആണ് കേട്ടോ. സത്യം പറഞ്ഞാൽ ഞാൻ ഈ കമന്റ് ഒക്കെ കണ്ടിട്ടാണ് എനിക്ക് ഈ കമന്റിന് റിയാക്ട് ചെയ്യണമെന്ന് തോന്നിയത്. അത് ഞാനൊരു കാര്യം പറയാം. രാത്രി സൂര്യൻ ഉദിക്കാൻ പ്രാർത്ഥിക്കുന്നത് പുള്ളിക്കാരൻ ഹരീഷ് ചേട്ടൻ രാത്രി സൂര്യൻ ഉദിക്കാൻ പ്രാർത്ഥിക്കുവാണ്. രാത്രി ഉദിച്ചാൽ നിങ്ങളുടെ സദാചാരക്കാരുടെ എല്ലാം മാനം മര്യാദ എല്ലാം എല്ലാവർക്കും മനസ്സിലാകും. കീപ് ഇറ്റ് അപ്പ് എന്ന് പറഞ്ഞിട്ടൊരു കമന്റ് ആണ് വന്നിരിക്കുന്നത്. ഇത് ഞാൻ പറഞ്ഞുതരാം. പുള്ളിക്കാരൻ പറയുന്നത് രാത്രി സൂര്യൻ ഉദിക്കാൻ പ്രാർത്ഥിക്കുന്നത്, അന്നേരം ഫുള്ള് വെട്ടമാകുമ്പോൾ നമ്മളൊക്കെ ചീത്ത രീതിയിൽ നടക്കുന്നു എന്നായിരിക്കും പുള്ളി ഉദ്ദേശിക്കുന്നത്. ഈ സദാചാരക്കാരുടെ എല്ലാം തനി നിറം വെളിച്ചത്താകുമെന്നാണ് പറയുന്നത്. അപ്പൊ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ പുള്ളി പിന്നെ പ്രാർത്ഥിച്ചാൽ സൂര്യൻ ഉദിക്കുമോ? അല്ല, പുള്ളിക്കാരൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു എല്ലാ ദിവസവും സൂര്യൻ ഉദിക്കാൻ വേണ്ടിയിട്ട്. പുള്ളിക്കാരനെ എനിക്ക് തോന്നുന്നു ഇതായിരിക്കും രാവിലെ മുതലുള്ള പ്രാർത്ഥനയെന്ന് തോന്നുന്നു. രാത്രി സൂര്യൻ ഉദിക്കണേ എന്നുള്ള പ്രാർത്ഥനയിലാണ്. അപ്പം ചേട്ടനോട് ഞാനൊരു കാര്യം പറയാം. ഈ ദുരന്തങ്ങളൊക്കെ സംഭവിച്ചില്ലേ വയനാട്, നമ്മുടെ പിന്നെ മറ്റേ ഒരു വെള്ളത്തിൽ ഒരു ചേട്ടൻ പോയി, പിന്നെ അല്ലാണ്ട് നമ്മുടെ അർജുന്റെ കാര്യം, പിന്നെ ഇതിനെയൊക്കെ പ്രാർത്ഥിച്ച് ആദ്യം നേരെയാക്കാൻ നോക്കി. പിന്നെ ഇനി ഒരു ദുരന്തം വരാതിരിക്കാനായിട്ട് പ്രാർത്ഥിക്കും. ഈ വെറുതെ ഈ രാത്രി സൂര്യൻ ഉദിച്ച് ബാക്കിയുള്ളവരുടെ ഉറക്കം കൂടെ കളയാൻ നോക്കാതെ നിങ്ങൾ ഈ ദുരന്തങ്ങൾ വരാതെ എല്ലാരും നല്ല രീതിയിൽ പോകാനായിട്ട് പ്രാർത്ഥിക്കുക. വേറൊരു കാര്യം കൂടി പ്രാർത്ഥിക്കുക. ഹരീഷ് ചേട്ടാ, ഹാരിഷാണോ ഹരീഷാണോ എന്ന് കറക്റ്റ് ആയിട്ട് അറിയത്തില്ല. ഈ നിമിഷ ബിജു അങ്ങനെയുള്ള ഈ ഇതുപോലെയുള്ള പെൺപിള്ളേരുടെ ചാനലൊന്ന് പൂട്ടിപ്പോകാനും കൂടെ പ്രാർത്ഥിക്കുക. പിന്നെ അവരൊക്കെ തുണി ഉടുക്കാൻ പ്രാർത്ഥിക്കുക. അവർക്കൊക്കെ വേറെ രീതിയിൽ വല്ല ജോലി കിട്ടാൻ പ്രാർത്ഥിക്കുക. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്രാർത്ഥിക്കുക. വേറെ എന്തൊക്കെയോ കാര്യങ്ങളുണ്ട് ഇത് പ്രാർത്ഥിക്കാൻ. ഈ വെറുതെ ആവശ്യമില്ലാതെ സൂര്യനെ എന്തായാലും രാവിലെ മുതൽ വൈകുന്നേരം വരെ പുള്ളിക്കാരൻ സൂര്യൻ ഉദിച്ച് ക്ഷീണിച്ച് അവശനായി ഇരിക്കുക. അതിന്റെ ഇടയ്ക്ക് രാത്രിയും കൂടെ ഉദിക്കുക. 24 hours ഡ്യൂട്ടിയാ. എന്തു ഇത്? ഒരു മര്യാദയില്ലേ പറയുന്നതിന്? അപ്പൊ ഇനി നെക്സ്റ്റ് കമന്റ് വായിക്കാം. അപ്പം എനിക്ക് ഫസ്റ്റ് വന്ന ഒരു കമന്റ്, നെഗറ്റീവ് കമന്റ്, എനിക്ക് ആദ്യമായിട്ട് വരുന്ന ഈ ഒരു നെഗറ്റീവ് കമന്റ് ആയിട്ടാണ് വരുന്നത്. അപ്പൊ അത് ഞാൻ വായിക്കാം. ഒരു പെണ്ണാണ് ഈ കമന്റ് ഇട്ടേക്കുന്നത്. അതിന് നിങ്ങളാരാ അവരെ തുണി ഉടുപ്പിക്കാൻ? ഇല്ലേലും മലയാളികൾക്ക് ഇഷ്ടം കണ്ടവന്റെ തീട്ടം തിന്നാനാണ്. ഈ ഇരുന്ന് കൊണ അടിക്കുന്നവൾക്ക് എന്ത് യോഗ്യതയാണോ അവളെ കുറ്റം പറയാൻ? നാണമില്ലാത്ത കുറെ വാണങ്ങൾ. ഇറങ്ങിക്കോളും. ഒരാളുടെ പേഴ്സണൽ ചോയ്സ് ആണ് അവരുടെ ഡ്രസ്സിങ്. അതിനെ കുറിച്ച് കുറ്റം പറയാൻ നീയൊക്കെ ആരാ? നിന്നോട് ഇപ്പോ ഇട്ടേക്കുന്ന ഡ്രസ് മാറ്റി ബിക്കിനി ഇട്ട് വീഡിയോ ചെയ്യാൻ പറഞ്ഞാൽ നീയൊക്കെ ചെയ്യുമോ? നാണമില്ലാത്ത രണ്ട് വാണങ്ങൾ ഇരുന്ന് കൊണ അടിക്കാൻ മാത്രം അറിയാം. ഓരോരുത്തർ അവരവരുടെ ഇഷ്ടത്തിന് നടക്കുന്നത് കണ്ടിട്ട് ഭാര്യയും ഭർത്താവും കൂടെ ഇങ്ങനെ വീഡിയോ ഇട്ട് ഇങ്ങനെ വീഡിയോ ഇട്ട് കരയാനെന്ന്. ഇനിയും അടുത്ത വീഡിയോയിൽ അടുത്ത ആളെ പറ്റി. അപ്പൊ ഞാനൊരു കാര്യം പറയാം. ഇതെന്ന് പറയുന്ന പുള്ളിക്കാരിയുടെ പേര് നേഹ എന്നെങ്ങാണ്ടാണ് എന്ന് തോന്നുന്നു. അപ്പൊ അവര് പറഞ്ഞൊക്കെ കേട്ടല്ലോ. അപ്പം പുള്ളിക്കാരി നിമിഷ ബിജോയുടെ ഫാനാണ് കേട്ടോ. എനിക്ക് തോന്നുന്നു ഇതൊരു നെഗറ്റീവ് ഒരാളാണെന്ന് തോന്നുന്നു. അല്ല, ഒരാണാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലെന്നുണ്ടെങ്കിൽ അതൊരു ഫേക്ക് അക്കൗണ്ട് ആയിരിക്കും. അപ്പൊ അതിനകത്ത് പറഞ്ഞില്ല, നിനക്ക് നാണമില്ലേ, നീ ബിക്കിനി ഇട്ടുകൊണ്ട് വരാൻ പറഞ്ഞാൽ അതും ഞാൻ ചെയ്യുമെന്ന്.
അങ്ങനെ ഈ പറയുന്ന ആള് ചോറല്ലേ തിന്നുന്നത്? എനിക്കത് തോന്നുന്നത്, ചോറല്ലേ തിന്നുന്നത്? എന്തൊക്കെ വൃത്തികേടാണ് ഇതിനകത്ത് എഴുതി വെച്ചേക്കുന്നത്. ഇയാളുടെ മാന്യത ഇപ്പൊ തന്നെ മനസ്സിലാക്കി. ഇയാള് എന്തൊക്കെ വൃത്തികേടാണ് ഇതിനകത്ത് പറഞ്ഞതെന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. അപ്പൊ ഞാൻ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരൊരു പറയാണെന്നുള്ളത് എന്തായാലും മനസ്സിലായി. എനിക്ക് ഇവരുടെ രീതിയിൽ എനിക്ക് സംസാരിക്കാൻ അറിയാൻ വേണ്ടിയിട്ടല്ല, ഞാനത് സംസാരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവരും ഞാനും തമ്മിൽ യാതൊരു വ്യത്യാസം ഉണ്ടാവത്തില്ല. അപ്പൊ അതുകൊണ്ട് അവർക്ക് നല്ല രീതിയിൽ ഞാൻ മറുപടി കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കൊടുത്തായിരുന്നു. അത് ഞാനൊന്ന് വായിക്കാം. ഞാൻ ചോദിച്ചു, നിമിഷ വിജയുടെ ഫാനാണോ ചേട്ടാന്ന്? അപ്പം അവര് പറഞ്ഞത് ചേട്ടനല്ല ചേച്ചിയാണ്, എന്റെ പേര് നേഹ, നിങ്ങളുടെ നെഞ്ചുവേദന കണ്ട് പറഞ്ഞതാ, ഒരാളുടെ ഡ്രസ്സിങ്ങിനെ വെച്ച് അല്ല ആ ആളെ മനസ്സിലാക്കേണ്ടത്. അത് ഒരാളുടെ ഡ്രസ്സിങ് വെച്ചല്ല ആ ആളെ മനസ്സിലാക്കേണ്ടതെന്ന് പറയുന്നുണ്ട്. ഇവരുടെ ഡ്രസ്സിങ് മാത്രമാണോ ഒരാളെ ഇതാക്കാൻ വേണ്ടി? ഇവർ ഇങ്ങനെ വൃത്തികെട്ട രീതിയിൽ വന്നിരുന്നിട്ട് അപ്പൊ ഇവര് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് പിന്നെ എന്തിനാണ് മറ്റുള്ളവരുടെ ലൈഫിൽ കയറി കളിക്കുന്നത്, പിന്നെ അവരുടെ ഡ്രസ്സിനെ കുറിച്ച് എന്തിനാ കുറ്റം പറയുന്നത്, അങ്ങനെയൊക്കെ ഇപ്പൊ കേട്ടല്ലോ. അപ്പൊ ഞാൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇവര് ചെയ്യുന്നത് മാന്യതയാണോ? ഇവര് ചെയ്യുന്നത് ഇവര് വൾഗറായിട്ടുള്ള ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഇവര് ഇങ്ങനെ കാണിക്കുന്നതൊക്കെ നല്ല രീതിയിലാണെന്നാണ് ഇവര് പറയുന്നത്. അപ്പൊ നമ്മൾ അവരെ പോലെ നമ്മളാകണം, അതാണ് അവരുടെ ഇഷ്ടവും തോന്നുന്നു. പിന്നെ വേറെ രണ്ടാമത്തേന്ന് വെച്ചാൽ അവര് പറയുന്നത് മറ്റുള്ളവരുടെ ലൈഫിൽ കയറി കളിക്കരുത്, മറ്റുള്ളവരുടെ ലൈഫിൽ എന്തിനാ ഇടപെടുന്നത്, നിങ്ങളുടെ പ്രശ്നത്തിലൊന്നും അവർ വരുന്നില്ലല്ലോ എന്നാണ് ഈ നേഹ എന്ന് പറയുന്ന ചേച്ചി പറയുന്നത്. എനിക്കപ്പോ ഈ നേഹയോട് ചോദിക്കാനുള്ളത്, ഞാൻ എന്ത് പറഞ്ഞാലും നേഹയ്ക്ക് എന്താണ്? നേഹയോട് ഞാൻ കയറി വന്നോ സംസാരിക്കാൻ? ഇപ്പൊ ഇവര് പറഞ്ഞ പോലെ ഇവര് പറയുന്നുണ്ട് അവരും ആരും വന്നില്ലല്ലോ ലൈഫിലേക്ക് കയറി കളിക്കാനെന്ന്. ഞാൻ അതുപോലെ ഇവരോട് ചോദിച്ചു, ഈ നേഹ എന്താ പറയുന്നത്? നേഹയുടെ ലൈഫിലേക്ക് ഞാൻ കയറി ചെന്നു ഇതൊക്കെ പറഞ്ഞുകൊണ്ട്? ഇല്ലല്ലോ, നേഹനെ കുറിച്ച് ഞാനൊന്നും പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് നേഹ എന്നെ പറയേണ്ട കാര്യമില്ല. ഇതിപ്പോ ഇവളുമാരെ കുറിച്ച് എന്നെ ഞാൻ പറയുന്നെങ്കിൽ അവർക്ക് പറയാനുള്ള ഒരു ഇതുണ്ട്. കാര്യം എന്താണെന്ന് ഞാൻ അവരെ കുറിച്ച് പറഞ്ഞതുകൊണ്ടാണ് അവരെന്നെ പറയുന്നത്. പക്ഷെ ഈ നേഹ എന്ന് പറയുന്നവർക്ക് എന്നെ പറയാൻ യാതൊരു അപ്പൊ ഈ നേഹയോട് ഞാൻ കൊടുത്ത മറുപടി എന്ന് പറയുന്ന, നീ തന്നെ പറയുന്നു മറ്റുള്ളവരുടെ ലൈഫിൽ കയറി കളിക്കരുതെന്ന്, എന്തിനാണ് അപ്പോൾ നീ ഞങ്ങളോട് ഉപദേശിക്കാൻ വരുന്നത്? നിന്റെയൊക്കെ മക്കൾ ഇതൊക്കെ കണ്ട് വഴിതെറ്റി പോകാതിരിക്കാനാണെന്ന് പറയാനുള്ള നമ്മൾ പോകാതിരിക്കാനാണ് പറയുന്നതെന്ന് മനസ്സിലാക്കാനുള്ള ബോധമില്ലേ? നിന്റെ മാത്രമല്ല, നല്ല രീതിയിൽ ഉള്ള ഒരുപാട് കുടുംബങ്ങളുണ്ട്. ഇവിടെ അവരുടെ കുടുംബം ആഗ്രഹിക്കുന്നുണ്ടാവും ഇന്നും പ്രതികരിക്കാൻ പറ്റുന്നില്ലല്ലോ എന്ന്. അവർക്കും കൂടെ വേണ്ടിയാ ഞങ്ങൾ സംസാരിക്കുന്നത്, അല്ലാതെ നിന്റെ കുടുംബത്തിലോ നിന്റെ അടുത്തോ ഞങ്ങൾ വന്നോ? ഇല്ലല്ലോ. നാണമുണ്ടോ സ്ത്രീയെ? കേട്ടോ.